Dears, welcome back to Arcanex. So, 6 tricks ഉപയോഗിച്ച് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ അതായത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ കിട്ടാവുന്ന മാർക്ക് മുഴുവൻ ഈ ട്രിക്ക് പഠിച്ചാൽ കിട്ടും അല്ലേ? മക്കളെ 6 പാർട്ട് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ട്രിക്ക് കാണാം. പാർട്ട് 1. യെസ്. അപ്പോൾ ആദ്യം n വാല്യൂസ് തന്നിട്ട് l വാല്യൂസ് കണ്ടുപിടിക്കാൻ പറയാം. എപ്പോഴും കോണ്ടന്റ് നമ്പേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കോണ്ടന്റ് നമ്പേഴ്സ് ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങാറില്ല എന്ന് തന്നെ പറയാം അല്ലേ? ഓക്കെ, ആ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ n വാല്യൂ 1 2 3 4 തന്നിട്ടുണ്ട്. അതിന്റെ l വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. എങ്ങനെ കാണും എന്നുള്ളതാണ് നോക്കാം. ഒന്ന് ട്രിക്സ് അപ്ലൈ ചെയ്യാൻ തുടങ്ങാൻ റെഡി അപ്ലൈ ചെയ്തോ. അപ്പൊ ആദ്യം നിങ്ങൾ l വാല്യൂ എപ്പോഴും 0-ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. 0. യെസ്. അപ്പൊ എല്ലാത്തിനും നമ്മൾ 0 ഇട്ട് കൊടുത്തു. ഓക്കെ, n1 n2 n3 n എന്ത് ചെയ്യാ 4 ആയാലും 5 ആയാലും 6 ആയാലും 0 ഇട്ട് കൊടുക്കുക ആദ്യം നിങ്ങൾ. യെസ്. ഓക്കെ, ഇനി നമുക്ക് വേണേ 3 എടുക്കാം. n = 3. ആദ്യം നിങ്ങൾ 0 ഇടുക. എന്നിട്ട് 3-നേക്കാളും 1 കുറവായിട്ടുള്ള നമ്പർ 3 ന്ന് 1 കുറച്ച് എത്ര? യെസ്, 2 ഇടുക. അപ്പോ ഇനി ചെയ്യേണ്ടത് 0ക്കും 2നും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? ഒറ്റ നമ്പറേ ഉള്ളൂ 1. യെസ്, 0 കഴിഞ്ഞാൽ പിന്നെ 1, 1 കഴിഞ്ഞാൽ പിന്നെ 2. അപ്പൊ l-ന് ഏതൊക്കെ വാല്യൂസ് പോസിബിൾ ആണ്? 0 ആണ്, 1 ആണ്, 2 ആണ് വാല്യൂ പോസിബിൾ ആണ്. റെഡി അല്ലേ? n 3 ആണെങ്കിൽ l എന്ന് പറയുന്നത് 0 പോസിബിൾ ആണ്, 1 പോസിബിൾ ആണ്, 2 പോസിബിൾ ആണ്. മക്കളെ ഉറപ്പായും ചോദിക്കും കേട്ടോ. അപ്പൊ n 3 ആണെങ്കിൽ l 3 പോസിബിൾ ആണോ? അല്ല. യെസ്. അങ്ങനെയാണെങ്കിൽ 2 ആണെങ്കിലോ? n 2 ആണ്. അത് 0 അവിടെ ഉണ്ട്. അടുത്ത് പറ. യെസ്, 0 ഉണ്ട്. ഇനി 2-നേക്കാൾ 1 കുറച്ച് നിങ്ങൾ എഴുതണം. എത്രയാ? 1. ഈ 0ക്കും 1-നും ഇടയിൽ വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? 0നും 1നും ഇടയിൽ ഒരു നമ്പർ ഇല്ല. പിന്നെ നോക്കണം. റെഡി അല്ല? യെസ്. അപ്പോ n 2 ആണെങ്കിൽ l-ന് 2 വാല്യൂസ് ആണ് പോസിബിൾ. 0യും കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. n 4-ലായ ഈസി ആയിട്ട് മനസ്സിലാവും. യെസ്. അപ്പൊ 4 ആദ്യം നിങ്ങൾ 0 ഇട്ട് വെക്കണം ഏതാണെങ്കിലും. ഇനി 4-നേക്കാൾ 1 കുറവ് ഏതാ? 4-നേക്കാൾ 1 കുറവ് എന്ന് പറഞ്ഞാൽ 3. ഇനി 0ക്കും 3ക്കും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. 0 കഴിഞ്ഞാൽ 1 1 2 3. അപ്പോ ഏതൊക്കെ വാല്യൂസ് പോസിബിൾ ആണ്? n 4 ആണെങ്കിൽ l-ന് 0 പോസിബിൾ ആണ്, 1 പോസിബിൾ ആണ്, 2 പോസിബിൾ ആണ്, 3യും പോസിബിൾ ആണ്. വേറെ ഒരു നമ്പറും പോസിബിൾ അല്ല. അപ്പൊ n അറിഞ്ഞാൽ l കാണാൻ ഈസി ആയിട്ട് പറ്റും. റെഡി അല്ലേ? ആദ്യം n 1 ആണെങ്കിലോ ആർട്ടി 0 മാത്രമേ പോസിബിൾ ഉള്ളൂ. കാരണം 1-നേക്കാൾ 1 കുറവ് 0 ആണ്. അപ്പൊ 0 1 - 1 0. So 0 to 0 big 0 0 always 0 big 0. യെസ്. ഓ 0 മാത്രമാണ് പോസിബിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ചോദ്യം പെട്ടെന്ന് ചെയ്യാം. n = 3. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ വാല്യൂസ് പോസിബിൾ ആ? 0 ഇടുക. 0 ഇടുക. വേറെ ഒന്നും നോക്കല്ല. പിന്നെ 3-നേക്കാൾ 1 കുറവ് 2 ആണ്. 0-നും 2-നും ഇടയിൽ ആരൊക്കെയുണ്ട്? യെസ്. അപ്പൊ 3 വാല്യൂസ് പോസിബിൾ. 0 1 2. റെഡി അല്ലേ? അടുത്ത് ഓക്കെ, അടുത്തത് n = 5. n 5 ആണ്. അങ്ങനെയാണെങ്കിൽ l-ന് ആദ്യം നിങ്ങൾ 0 ഇടുക. 5-നേക്കാൾ 1 കുറവ് 4 ഇടുക. 4 ഇടുക. ഇനി 0-നും 4-നും ഇടയിൽ 0 കഴിഞ്ഞാൽ 1 2 3. യെസ്. അപ്പൊ ഇത്രയും വാല്യൂസ് ആയിരിക്കും l-ന് പോസിബിൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. n 6 ആണെങ്കിൽ l-ന്റെ പോസിബിൾ വാല്യൂസ് ഒന്ന് കമന്റ് ചെയ്യണം. ഈ വീഡിയോ കമന്റ് ചെയ്യാം. മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാം. ഒരു ചോദ്യം കൂടി നമ്മൾ പഠിക്കാം. യെസ്. അപ്പൊ l തന്നിട്ട് ഇനി m വാല്യൂസ് കണ്ടുപിടിക്കാൻ പറയും. യെസ്, അടുത്ത് ചെയ്തു. ഓക്കെ അല്ലേ? n തന്നിട്ട് l-ന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറയും. l തന്നിട്ട് m-ന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറയും. യെസ്. അങ്ങനെയാണെങ്കിൽ ഈസി ആണ്. ഇപ്പൊ l 2 ആണെന്ന് കരുതുക. എന്താ ചെയ്യേണ്ട? l 2 ആണെങ്കിൽ നിങ്ങൾ -2 +2 എഴുതുക. ഏത് നമ്പർ ആണെങ്കിലും അതേ നമ്പറിന്റെ മൈനസും പ്ലസും ഇടുക. എന്നിട്ട് ഇവരുടെ ഇടയിൽ ഏതൊക്കെ നമ്പർ ഉള്ളത്? -2 കഴിഞ്ഞാൽ -1 0 1 +2. യെസ്. അപ്പൊ m-ന് ഇത്രയും വാല്യൂസ് പോസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ യെസ്, l 3 ആണ്. അങ്ങനെയാണെങ്കിൽ m കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. എന്ത് ചെയ്യണം? യെസ്, -3യും എഴുതണം, +3യും എഴുതണം. അവരുടെ ഇടയിൽ ആരൊക്കെ ഉണ്ടെന്ന് എഴുതണം. -2 -1 0 +1 +2 +3. അപ്പൊ ഇത്രയും വാല്യൂസ് പോസിബിൾ ആണ്. അപ്പൊ റെഡി അല്ലേ? m-ന്റെ വാല്യൂ കിട്ടല്ലോ. l-ന്റെ വാല്യൂ കൂട്ടിയാൽ m-ന്റെ വാല്യൂ കിട്ടും. മാഗ്നറ്റിക്. അങ്ങനെയാണെങ്കിൽ 1 ആണെങ്കിലോ l 1 ആണെങ്കിൽ m-ന്റെ വാല്യൂ എത്രയാ? -1 ഇടുക, +1 ഇടുക. ഇടയിൽ 0 മാത്രം. -1 നും +1 ഇടയിലുള്ള നമ്പർ ഏതാ? 0 അല്ലേ? യെസ്. അപ്പൊ ഈസി ആണെന്ന് ഈസിയാണ്. വളരെ ഈസിയാണ്, വളരെ ഈസിയാണ്. മക്കൾ എന്ത് ചെയ്യുക? ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒരുപാട് ബാക്കി പാർട്സ് എല്ലാം കാണണം കേട്ടോ. അതായത് കെമിസ്ട്രി ട്രിക്ക് ഉപയോഗിച്ച് എങ്ങനെ പഠിക്കാം, അതാണ് നമ്മൾ കെമിസ്ട്രി ട്രിക്ക് ഉപയോഗിച്ച് എങ്ങനെ പഠിക്കാം എന്നുള്ള മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. NCERT-ലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ വിധത്തിലും ഈസി ആയിട്ടും പഠിക്കാം, NCERT കോണ്ടന്റ് വൈസും പഠിക്കാം. എല്ലാം ഈ ചാനലിൽ അവൈലബിൾ ആണ്. NCERT നമ്മൾ ഷോർട്ട് വീഡിയോ
വീഡിയോ നമ്മുടെ ഷോർട്സ് നോക്കിയാൽ മതി. ഓരോന്നിലും എക്സാമ്പിൾ ചെയ്യുന്നുണ്ട്. 1.1, 1.2, 1.3 എന്ന് പറഞ്ഞാൽ ഓരോ ഷോർട്സ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ഷോർട്ടുകളും കാണാൻ NCERT. യെസ്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത്. ബൈ.